കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് PSC വഴി പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വിളിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ കേരള PSCന്റെ ഭാഗത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ 30/6/2026 ഗസ്റ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് 5/8/2026 വരെ അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 46/2026 എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വിളിച്ചിട്ടുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലാൻഡ് യൂസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇപ്പോൾ ജിയോളജിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് 43,400 മുതൽ ഏകദേശം 91,200 വരെ ശമ്പളമൊക്കെ ആയിട്ട് പുതിയൊരു അവസരം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ 6 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിലെ വേക്കൻസി നോക്കണ്ട, കേരള PSC ആണ്. വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ യോഗ്യതയുള്ള താല്പര്യമുള്ളവരിലേക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് അപ്ലൈ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യോഗ്യതകൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് ഏജ് ലിമിറ്റ് ആണ്. 18 to 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1986 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBC വിഭാഗത്തിന് ഏകദേശം 3 വർഷത്തെ പ്രായത്തിലിളവ് ലഭിക്കും. SC/ST വിഭാഗത്തിന് 5 വർഷത്തെ പ്രായത്തിലിളവ് ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമുക്ക് കിടക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ജിയോളജി അല്ലെങ്കിൽ മറിയൻ ജിയോളജി ഓർ ഇറ്റ്സ് ഇക്വാലന്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യുക. ഈ ഒരു നോട്ടീസ് അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് PSCന്റെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു. കൂടുതൽ ഇതുപോലുള്ള അപ്ഡേറ്റിന് കൃത്യമായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.